15ാമത് SKSSF സംസ്ഥാന സമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അനുസരണയുള്ള പോഷക സംഘടനയായ SKSF നേരിട്ട് നടത്തുന്ന സർഗലീം എന്ന മഹത്തായ ഒരു വേദിയിലാണ് നാം എല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു ഈ സംഗമം, ഈ ഉദ്ദേശ്യം, ഈ ലക്ഷ്യം അള്ളാഹുവിന്റെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നത് സമാധാനം മരീചികയോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി രണ്ടു വാക്ക് സംസാരിക്കാനാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, അരാജകത്വം കൊടികുത്തി വളരുന്ന ആധുനിക കാലഘട്ടത്തിലെ അന്തരീക്ഷം നാൾക്കുനാൾ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. പകയും വിദ്വേഷവും ഭീകരവാദവും വർഗീയവാദവും അലങ്കാരവും അഭിമാനവുമായി കൊണ്ട് നടക്കുന്ന മനുഷ്യത്വം മരവിച്ച ലോകത്തിന് മുന്നിൽ ശാന്തിയും സമാധാനവും ഒരു വിദൂര സ്വപ്നം മാത്രമാണിന്ന്. നാടിനെയും നാട്ടുകാരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സ്വന്തം ലാഭങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ഏത് തമ്മാടിത്തരവും ചെയ്യാൻ മടിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ സമാധാനം എന്നതും മരീചികയാവുകയാണ്. മദ്യവും മയക്കുമരുന്നും മറ്റനേകം ലഹരി പദാർത്ഥങ്ങളും സമൂഹത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം തന്നെ കള്ളക്കടത്തും പൂഴ്ത്തിവെപ്പും മറ്റനേക കുംഭകോണങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക കെട്ടുറപ്പ് തകർത്തെറിയുകയാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെയും നിത്യോപയോഗ സാധനങ്ങൾ, അരിയും എണ്ണയും മരുന്നും എന്നുവേണ്ട മുലപ്പാൽ പോലും മായം കലർന്ന അവസ്ഥയാണിന്ന്. സ്വന്തം ചോരയിൽ പിറന്ന മക്കൾ പോലും മാതാപിതാക്കളിൽ നിന്ന് രക്ഷയില്ലാതെ പച്ചയ്ക്ക് കുഴിച്ചുമൂടുന്ന അല്ലെങ്കിൽ നടുറോട്ടിലേക്ക് വലിച്ചെറിയുന്ന അമ്മമാരുടെ ലോകം, സ്വന്തം മക്കളോട് പോലും കാമപൂർത്തീകരണം നടത്തുന്ന കഴുകന്മാരുടെ ലോകം. ഇതിൽ നിന്നെല്ലാം ഒരു തിരിച്ചുപോക്ക് സാധ്യമാകുമെന്ന് ഒരു പാഴ്ക്കിനോ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ലോകം നിലകൊള്ളുന്നത്. ഇവിടെയാണ് നാം ഈ മൈൻഡ് പ്രകാശം പരത്തേണ്ടത്. ഇവിടെയാണ് നാം പുണ്യ ഹബീബിന്റെ മാർഗം മുറുകെ പിടിക്കേണ്ടത്. ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെട്ട 6ാം നൂറ്റാണ്ടിലെ ആ പരിഷ്കൃതമായ മനുഷ്യ സമുദായത്തിലേക്ക് ഈമാനിന്റെ നൂറുമായി കടന്നു വന്ന പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മാതൃകയുടെ അല്ലാതെ ഒരു സമാധാന ലോകത്തിന് സാധ്യതയില്ല. അവിടുത്തെ ആദർശങ്ങളും സരളവും വിശാലവുമായിരുന്നു. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും സമത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പാതയിലൂടെ ലോകത്തിന് സുന്ദരമായ ദിശാബോധം നൽകി വിജയിപ്പിച്ച പുണ്യ ഹബീബിന്റെ മാർഗത്തിലൂടെ അല്ലാതെ ഒരു സമാധാന ലോകത്തിന് സാധ്യതയില്ല. ഒരു മനുഷ്യനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും മാതൃകയാക്കി കാണിച്ച ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു അധ്യാപകനാണ്, ഒരു കൂട്ടുകാരനാണ്, ഒരു നേതാവാണ്, ഒരു പിതാവാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു സമ്പന്നൻ, ഒരു ദരിദ്രൻ, ഒരു ബിസിനസ്സുകാരൻ, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത എല്ലാ മേഖലകളിലും ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി കാണിച്ചു തന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കളോട്, മക്കളോട്, തന്റെ കൂട്ടുകാരോട്, അയൽവാസികളോട്, അന്യമതസ്ഥരോട്, ശത്രുക്കളോട്, മിത്രങ്ങളോടും ഒക്കെ എങ്ങനെ സംസാരിക്കണമെന്ന് റസൂലിനെ മാതൃകയാക്കിയ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ലോകം നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ കഴിയും. ആ മാതൃക നമുക്ക് പിൻപറ്റാൻ കഴിയണം, അത് പ്രചരിപ്പിക്കണം. ലോകം അത് ഏറ്റെടുത്താലും ഇല്ലെങ്കിലും അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന സന്ദേശം ഈ മഹനീയമായ വേദിയിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ പുണ്യ ഹബീബിന്റെ ചര്യ പിൻപറ്റാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഊസീതും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.